ഹലോ, പെർഫെക്റ്റ് ആയിട്ട് ഹെന്ന ഇടുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ഒരു പാകത്തിൽ ഹെന്ന ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സെക്ഷൻ തിരിച്ച് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഈ കാണുന്ന മുടിയിലാണ് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ചെറിയ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ആദ്യം പുറകിൽ നിന്ന് ചെറിയൊരു സെക്ഷൻ എടുത്ത് അതിൽ നന്നായിട്ട് ഹെന്ന തേച്ച് പിടിപ്പിക്കാം. ഹെന്ന ഇടുമ്പോൾ ഫുൾ ഹെയറും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇടാൻ. എന്നിട്ടത് ചുറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു സെക്ഷൻ ചുറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ ചെറിയൊരു സെക്ഷൻ കൂടി എടുത്ത് അതിലും നന്നായിട്ട് ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഇതിന് പുറമേ നമുക്ക് ചുറ്റി വയ്ക്കാം. ഇങ്ങനെ ലേയേഴ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്, തിൻ ലേയേഴ്സ് എടുക്കണം. അല്ലെങ്കിൽ ഫുൾ മുടിയിലും ഹെന്ന പിടിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ അത് ഹെന്ന അത് പറ്റാതിരിക്കും. അതുകൊണ്ട് തിന്നായിട്ടുള്ള ലേയേഴ്സ് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം സെക്ഷൻ എടുക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്നും മാറി മാറി വേണം സെക്ഷൻ എടുക്കാനായിട്ട്. ആദ്യം റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്തതെങ്കിൽ പിന്നീട് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കണം. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും മാറി മാറി സെക്ഷൻ എടുത്ത് വേണം ഹെന്ന അപ്ലൈ ചെയ്ത് വയ്ക്കുവാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് പോർഷനിൽ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മുടികൾ നരച്ചതുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഒന്നുകൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അതൊക്കെ കവർ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ചുറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴിവതും സ്കിന്നിൽ പറ്റാതെ ഹെയറിൻ്റെ റൂട്ട് കവർ ചെയ്ത് വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. അഥവാ കുറച്ച് പറ്റുവാണെങ്കിൽ ഉടനെ തന്നെ അത് എന്തെങ്കിലും വെച്ച് തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ അതിങ്ങനെ ചുവപ്പ് കളറായിട്ട് തന്നെ നിൽക്കും.
ഇങ്ങനെ ഫുൾ മുടിയിൽ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഹെന്ന വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ മുടിയിൽ ഹെന്ന നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഹെന്ന അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കഴുകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ തല വാഷ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ മുകളിലത്തെ മുടിയിലേക്ക് വെള്ളം വീഴുമ്പോൾ തന്നെ അത് അഴിഞ്ഞഴിഞ്ഞിങ്ങ് പോകുന്നോളും. അല്ലാതെ അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട് മുടി. ഇതാകുമ്പോൾ അങ്ങനെ കെട്ടൊന്നും വീഴത്തില്ല. മുകളിൽ വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ ലെയേഴ്സായിട്ട് ഇതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് നീറ്റായിട്ട് നമുക്ക് കഴുകിയെടുക്കാനൊക്കെ സാധിക്കും. നമ്മളിപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിങ്ങനെ മുടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ മുകളിലത്തെ ലെയേഴ്സ് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് ഈസി ആയിട്ട് നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും, കെട്ടിവെച്ചത് മുഴുവൻ. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ ഗ്രേ ഹെയർ ഒക്കെ മാറി മുടി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കത് ടവൽ ഡ്രൈ കൊടുക്കാം. അതിനുശേഷം ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രയർ കൊടുക്കുകയാണ്. ഡ്രയർ കൊടുക്കുമ്പോൾ ഒരുപാട് ചൂട് ഇടുന്നില്ല, ഒരു മീഡിയം ടൈപ്പിലിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതാണ് മുടിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, ആ ഗ്രേ ഹെയർ ഒക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഒന്നും കാണാനേ ഇല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.